ഒരു ടിക്കറ്റ് തന്നെ. കിട്ടോ? ആര്? 30 കിട്ടോ? 30 ബ്ലാക്കിലാ പോയി 11 പടം കാണും. അതാവുമ്പോ 30 തന്നെ കിട്ടും. ആരടാ അവൻ? ആക്സെപ്റ്റ് മൈ ലവ്. ഫസ്റ്റ് ഓഫ് ഓൾ അർജുൻ റാം, ഇതൊരു പഴയ ടെക്നിക്കാ. ഈ റോസാപ്പൂ, ഈ മുട്ടുകുത്തൽ, അത് പോട്ടെ. How about a test? ഞാനിത് പറയുമ്പോ അർജുൻ ഒഫൻഡഡ് ആവരുത്. I want to test your love for me. ഇതെന്റെ ഏറ്റവും ഫേവറേറ്റ് റെഡ് സ്കാർഫ് ആണ്. ഈ വരുന്ന ജൂൺ 15 നമ്മുടെ കോളേജിൽ ഡബിൾസ് ഡേ ആണ്. ഈ ഫാൻസി ഡ്രസ് ചെയ്ത് മാസ്ക് ഒക്കെ വെച്ച് വരുന്ന ഡേ. ഈ സ്കാർഫ് ജൂൺ 15 നൈറ്റ് വരെ അർജുന്റെ കയ്യിൽ ഉണ്ടാവുമെങ്കിൽ കരീഷ്മ മേനോൻ ഈ റോസ് വാങ്ങും. എങ്ങനെയുണ്ട്? സിനിമയിൽ മാത്രം കാണുന്ന ഒരു സീൻ കാണിച്ചതല്ലേ? ഹലോ രോഹിത്, ഐ നീഡ് യു നൗ. ലുക്ക്, ആ അർജുൻ ഓഡിറ്റോറിയത്തിൽ വന്ന് എന്റെ റെഡ് സ്കാർഫ് എടുത്തോണ്ട് പോയി. യു നോ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഇപ്പൊ ആ സ്കാർഫ് വേണം. റൈറ്റ് നൗ. ക്യാൻ യു ബ്രിങ് ഇറ്റ് ഫോർ മീ? ഈ മണ്ടന്മാർക്കല്ല ഹിന്ദി സിനിമയിലേതുപോലെ 3 പേരുകളേ ഉള്ളൂ. ഒന്നുകിൽ അർജുൻ, അല്ലെങ്കിൽ രോഹിത്, അതുമല്ലെങ്കിൽ രാഹുൽ. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു പ്യൂർ റൊമാൻസ് ആണ്. ഇനി ക്ലിയോപാട്ര നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ആക്ഷൻ ത്രില്ലർ. I guess this scarf belongs to someone else. ഓഹോ, അവള് കോമ്പറ്റീഷൻ തുടങ്ങി കഴിഞ്ഞു. വാരിയർ നമ്പർ 1 ബോക്സിംഗ് ചാമ്പ്യൻ രോഹിത്. അങ്ങനെ രോഹിത് മടിയായി. പോ, നല്ല ആണുങ്ങൾ വേറെ ഉണ്ട്. സൂപ്പർ ഫൈറ്റിംഗ് മെഷീൻസ് ഫ്രം ദ സ്ട്രീറ്റ്. നിങ്ങളുടെ മകളെ ഞാൻ പ്രേമിക്കുന്നു സാർ. അവൾക്ക് വേണ്ടി ചാവാൻ പോലും ഞാൻ തയ്യാറാണ് സാർ. അവളെ ആരെങ്കിലും ചെറുതായി ഒന്ന് നോവിച്ചാൽ അടിച്ച് ഞാൻ അവന്റെ കരണക്കുറ്റി അളക്കും. ആ നെഞ്ചുറപ്പ് മാത്രമാണ് സാർ എന്റെ ആദ്യമുള്ള സ്വത്ത്. അവളെ എന്നിൽ നിന്ന് മറത്തു മാറ്റാൻ ആ സാറിനോ മാറത്തിനോ കഴിയില്ല. ആ എത്ര ഗുണ്ടന്മാരെ വേണമെങ്കിലും വിട്ടോളൂ സാർ. എന്റെ കയ്യിലാകെയുള്ള കവിലമേ കത്തി തരൂ. മുരിങ്ങക്കൈയല്ല, എന്റെ കയ്യിലാകെയുള്ളത് ഈ കത്തിയാണ്. ഇനി എനിക്ക് ഈ കത്തി വേണ്ട സാർ. കത്തി പോയി, കാലം പോയി. എന്റെ ഏറ്റവും വലിയ ആയുധം എന്റെ പ്രേമമാണ് സാർ. എന്റെ പ്രേമം. തൂണി ചരിയുന്ന കഴിഞ്ഞാൽ പെണ്ണെ കൊണ്ടാൻ പറ്റും. നിങ്ങൾ ഇറങ്ങിയേ, എന്നിട്ട് ഞാൻ ചെയ്തവരാണ് ചെയ്യാം. 8 വയസ്സുള്ള ചെറുക്കന് പള്ളിക്കുടത്തിൽ പോയി കാണിക്കാനുള്ളതാണോ നീ പറഞ്ഞു കൊടുക്കുന്നത്? ഗുണ്ട, പ്രേമം, കത്തി, എന്തെങ്കിലും നല്ലത് പഠിപ്പിച്ചു കൊടുത്തൂടാവന്. അമ്മയ്ക്ക് പ്രേമത്തെ കുറിച്ച് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. മോനി കത്തി കൊണ്ടാകത്തോട്ട് മാമ കത്തിഞ്ഞോണ്ടോ? ഇത് ഇല്ലാത്ത അഭിനയം മതി നിനക്ക്. ഒരു കാര്യം ചെയ്യും, കത്തിയിൽ ഈ മോനെ അകത്തു പോയി വേറെ എന്തെങ്കിലും സുനെടുത്തുണ്ടെന്ന് മാമൻ കാണിച്ചോരെന്ന് കാണിക്കേ, കേട്ടോടാ. ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഡയലോഗ് ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളിന്ന് വരട്ടെ. ചിരിക്കണ്ട മോനെ. മാമന്റെ മുഖത്തൊന്ന് മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നാ പറയണത്? എടാ ഭാവം, അഹംഭാവം. നീ വായിച്ചു കൊടുത്താൽ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. നീ ആ ഡയലോഗ് പറയും. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. എടാ നീ ഒരു കാമുകനല്ലേ, നെഞ്ചങ്ങട്ട് വിരിയട്ടെ. മൊട്ടേന്ന് വരിയാത്ത ചെക്കൻ്റെ അടുത്തല്ലേ നെഞ്ചു വിരിക്കാൻ പറയണത്. ഡയലോഗ് പറയടാ. മാഡത്തിൽ നിന്ന് തന്നെ അർത്ഥം മാറ്റാൻ സാറിന് കഴിയൂല സാർ. ഈ കത്തി എനിക്ക് വേണ്ട സാർ. അയ്യോ, എനിക്ക് സമ്മാനം കിട്ടിയ പേന. എന്റെ അമ്മച്ചി,
എടാ കുരുത്തം കേട്ടവനെ, നീ കത്തിക്കോരെ എന്റെ പേനാണോ എടുത്തോണ്ടേ? ഓടാ, അവന്റെ ഒരു മെമിക്രി മോണാക്കി. നിന്റെ അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ടേ കാണിച്ചാൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയനെ. എടാ ഒരു പേന എന്നല്ലോ, അവൻ കൊച്ചല്ലേ. എനിക്ക് കിട്ടിയ സമ്മാനം അത്, എന്റെ കരിഷ്. ആരെ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി പെങ്ങളെ, അളിയനെ ഞാൻ മനസ്സിൽ തെണ്ടിന്ന് വിളിച്ചു. ദേവനു ബസുമതി ഭാർഗവൻ. പേര് കേട്ടാ തോന്നും ഏതോ അപ്സരസ് ആണെന്ന്. ബസുമതി. Hey, look. Life is like a dream. Nice car. Row your boat gently down the stream. Merrily, 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 merrily. We should teach that rascal a lesson. Guess who's the person I'm going to introduce now? Taran taran, the undefeated, the stylish, the brave, the smart, champion of the street, the one and only. The Shivanguti? Yes, my gladiator. എണ്ണ ഉണ്ടോടാ? നാണം കെടുത്തോ? ഇല്ല. എണ്ണ ഇല്ല. അല്ല, നാണം കെടില്ല. ഇങ്ങനെ നടന്ന് ഓടാതെ. എന്താണ് കയ്യെത്താ ദൂരത്ത് കണ്ണും നട്ട്? നീ ഇങ്ങനെ നോയിക്കൊണ്ട് നിന്നോ, അങ്ങേരെ നല്ല മിടുക്കി പെമ്പിള്ളേർ കൊത്തിക്കൊണ്ടു പോകും. ആര്? നീ ദേവലോന്ന് കേട്ടിട്ടുണ്ട? അതുപോലെ പറഞ്ഞ ഇവിടെയുണ്ട്. അവിടെ നിന്നേക്കാൾ നല്ല പേരുള്ള, നിന്നേക്കാൾ വെളുത്ത, നിന്നേക്കാൾ പൈസയുള്ള ചില ഉഗ്ര വിഷമുള്ള ചേച്ചിമാരുണ്ട്. കള്ളമല്ലടി. നീ പറ, നിന്റെ പേരൊന്ന് പറ. തങ്കി. തങ്കി? നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? 8. 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു തങ്കി ഇപ്പുറത്ത്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സുന്ദരിയായ ഒരു ചേച്ചി അപ്പുറത്ത്. അപ്പോഴേ പോയില്ലേ? ആ ചേച്ചിയുടെ പേരറിയോ? അറിയാം, പക്ഷെ അത് അങ്ങനെ ഇങ്ങനൊന്നും പറയാൻ പറ്റൂല. നിന്റെ പേര് തങ്കി, ആ ചേച്ചിയുടെ പേര് ഒരു സെക്കൻഡ്, കരിഷ്മ മേനോൻ. Hero number 1. Yes. ഇതെന്താ ശിവേട്ടാ? ഇങ്ങോട്ട് കയറ്റി വിടണ്ടേ? ഒരു ചെറിയ നമ്പർ. തനിക്കുള്ള ചോറാന്നാ പറഞ്ഞേ. കൊള്ളൻ. ആ വൈറ്റില് 16 എഴുതിയ ടീഷർട്ട് കുറച്ചു നാളെ പറയണമെന്ന് വെച്ചതാ. ഭയങ്കര ശല്യം. വരും, മൈൻഡ് ചെയ്യണ്ട. പ്ലേയോണിസ് കോംപ്ലക്സ്, സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഒന്ന് വിരട്ടിയാ മതി. The whole country is rotten with the hemoglobin in the atmosphere. According to Sigmund Freud, it is only transformation phase. Yeah. My name is Anthony Gonsalves. मैं इस दुनिया में अकेला हूँ. दिल भी है खाली, घर भी है खाली, इसमें रहेगी कोई किस्मत वाली. जिससे मेरी याद आए जब चाहे चले आए. ഗ്രൂപ്പ് में है प्रेम गली, गोली नंबर 420. ആരടപ്പൻ ആന്റണി ഗോൺസാൽവസ്? ഓ, ഇയാളുടെ Hey man, what are you doing? പതുക്കെ ഉള്ള ഇംഗ്ലീഷ് കൂടെ നീ പറഞ്ഞു നിർത്താ. അമേരിക്കയിൽ എന്തെങ്കിലും ആവശ്യം വന്ന ജോർജ് ബുഷ് എന്ത് ചെയ്യൂടെ? Hey, who are you man? എടാ തങ്കപ്പ തള്ള നീയാ. ഇപ്പഴും നിന്റെ അച്ഛൻ പണ്ട് വലിയശാലയിൽ തട്ടിടരുന്നപ്പോഴെ കുട്ടപ്പത്തല്ലേ? അങ്ങേര് മറ്റേ ബിസിനസ് ഒക്കെ നടത്തി കുറച്ച് കാശ് ഇതാക്കിയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. മോൻ ഇംഗ്ലീഷ് ഛർദിക്കാറാ എല്ലടേ? ഇത് തൂക്കിട്ടിട്ടാണോ വലിയ ബഹളം? പോയി അമ്മമ്മയുടെ റൗക്കിടാ. അമ്മേ ചൊറിയണോ? ആരാ? അമ്മേ ചൊറിയണോന്ന്. ആ റോസാപ്പൂവല്ല, മൊസാൻഡയുമല്ല. ഇതിന്റെ നറുമണം ഒളിപ്പിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല. അറബിയിൽ ഇതിന് അൽ ഖ്വയ്ദ ഹർക്കത്തുൽ അൻസർ എന്ന് പറയും. തനി മലയാളത്തിൽ ചൊറിയണം. നീയൊക്കെ പെമ്പിള്ളേരെ മുമ്പിൽ ഷൈൻ ചെയ്തോ, പക്ഷേ ചൊറിയരുത്.
Read that, idiot. ലോക്കൽസിനോട് കളിക്കല്ലേ, ഇത് വെറും ട്രെയിലറ്. ഇവിടെ കിടന്ന് കൂടുതൽ വിളഞ്ഞ ഫുൾ പടം ഞാൻ ഇറക്കുവേ. Come on. ഭഗവതി നാട്ടിക്കല്ലേ. പിന്നെ കാണാം. പാഠം പഠിച്ചും ചൊല്ലി പഠിച്ചും ഒരാളാകും.